മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മാലി പറഞ്ഞ മുറിയുടെ മുമ്പിലെത്തിയതും അടഞ്ഞിടക്കുന്ന ഡോറിലേക്ക് നോക്കിക്കൊണ്ട് ആ ഡോറിന് അകത്തേക്ക് നോക്കിയതും ഒരടി പോലും ചലിക്കാൻ കഴിയാതെ തറഞ്ഞെന്ന് പോയി സരസ്വതി. മുന്നിലെ കാഴ്ചയിൽ അവർ ഡോറടച്ച് വിശ്വസിക്കാൻ കഴിയാതെ ഒരു പ്രതിമ കണക്കെ നിന്നു. സരസ്വതി! രാജവർമ്മയുടെ വിളി കേട്ടതും ഒരു പകപ്പോടെ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി സരസ്വതി. നിനക്ക് എന്തു പറ്റി സരസ്വതി? അത് ഒന്നില്ല, ഞാൻ. ഒരിടറലോടെ അവരാ ഡോറിലേക്ക് നോക്കി. എന്താണോ? സരസ്വതിയുടെ മുഖത്തെ വെപ്രാളം കണ്ട് രാജവർമ്മ ഡോറിന്റെ ഹാൻഡിൽ പിടിക്കാൻ ഒരുങ്ങിയതും ഒരു പതർച്ചയോടെ സരസ്വതി അവരെ തടഞ്ഞു. എന്താ സരസ്വതി? വേണ്ട, അത് പറയാൻ കഴിയാതെ സരസ്വതി മിഴികൾ ഇറുകിയടച്ചു. അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് രാജവർമ്മ ഡോർ തുറന്നു. കാണുന്ന കാഴ്ചയിൽ ഒരു വിറയിലോടെ കണ്ണുകൾ ഇറുകിയടച്ച് ഡോറ് വലിച്ചടച്ചു. ഈ സരസ്വതി എവിടെ പോയി? കുറെ നേരമല്ലേ പോയിട്ട്. ഇനി ഓയിൻമെന്റ് കിട്ടിയില്ലാവും. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് വയ്യാത്തല്ലേ, ഞാൻ പോയി നോക്കാം. വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ അതിഥിയല്ലേ. അതിനിപ്പോ എന്താ, എൻ്റെ മോൾ ഈ വീട്ടിലെ മരുമകളല്ലേ. അതൊക്കെ ശരിയാ. എന്നാ ദുർഗ വാ, ഞാനും വരാം. എന്നിട്ട് മുറിയിൽ തന്നെ പോയി കിടന്നോളാം ഞാൻ. പറഞ്ഞുകൊണ്ട് പതിയെണീറ്റ് ദുർഗയുടെ കൈയും പിടിച്ച് മുകളിലേക്ക് കയറി. ഇവിടുത്തെ മരുമകൾ അതൊക്കെ ദേ ഈ നിമിഷം കൊണ്ട് തീരാൻ പോവാ. കൺകുളിർക്കെ കണ്ടോ ദുർഗയെ? ഉള്ളിലാലെ തല്ലുന്ന സന്തോഷം മറച്ചു പിടിച്ച് ദുർഗയെ നോക്കി മനസ്സിൽ പറഞ്ഞു മാലിനി. ദുർഗയുടെ കൈ പിടിച്ച് മുകളിലെത്തിയ മാലിനി വലിഞ്ഞു മുറിയ മുഖത്തോടെ നിൽക്കുന്ന രാജവർമ്മയെ കണ്ട് അലയടിക്കുന്ന സന്തോഷത്തോടെ പുറത്ത് കാണിക്കാതെ വേദനാഭാവത്തോടെ ചെന്നു. എന്റെ സരസ്വതി, ഒരു മരുന്നെടുത്ത് വരാൻ പറഞ്ഞിട്ട് നിന്നെ ആ വഴിയെ കാണാനില്ലല്ലോ. ഭർത്താവിനെ കണ്ടപ്പോ നീ എന്റെ കാര്യം മറന്നു കാണുമല്ലേ. ഇനി ഞാൻ തന്നെ എടുത്തോളാം. ഒന്ന് മാറിക്ക് രണ്ടാളും മുന്നീന്ന്. മാലിനി! മുറിയ മുഖത്തോടെ രാജവർമ്മ വിളിച്ചു. എന്താ ഏട്ടാ, ഒന്ന് മാറുന്നേ. എന്റെ കാലിനൊട്ടും വയ്യാഞ്ഞിട്ടാ. മാലിനി, അതിപ്പോ അങ്ങോട്ട് നീ പോവണ്ട. പെട്ടെന്ന് സരസ്വതി പറഞ്ഞതു. തന്റെ തന്ത്രങ്ങൾ നടന്നു കാണാനുള്ള ആകാംക്ഷയിൽ അടക്കി വെച്ച് സരസ്വതിയുടെ മുഖത്തേക്ക് നോക്കി. അതെന്താ സരസ്വതി, ഈ മുറി കയറിയ ഇതാരും കിടക്കുന്നൊന്നുമില്ലല്ലോ. മാലിനി, അതല്ല, ഞാൻ പറയുന്നെന്താന്ന് വെച്ചാ ഇത് നല്ല കാര്യം. ഈ വീട്ടിൽ എനിക്ക് എവിടെ വേണേലും കയറാം. അങ്ങോട്ട് മാറ്. മാലിനി, നിന്നോടല്ലേ പറഞ്ഞ്? വീണ്ടും മുറുകിയ മുഖത്തോടെ രാജവർമ്മ പറഞ്ഞു. മാലിനി അയാൾക്ക് മുമ്പിലേക്ക് കയറി നിന്നു. അതെന്തായിട്ട് ഈ മുറിയിൽ ഞാൻ കയറിയതെന്ന് അതിന് മാത്രമല്ല നീ ഇതിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ? അവരുടെ ചോദ്യം കേട്ട് രാജവർമ്മ പല്ലുകൾ കൂട്ടിക്കടിച്ച് ദേഷ്യം സ്വയം നിയന്ത്രിച്ചു. എന്താ ഇവിടെ രാവിലെ തന്നെ? അങ്ങോട്ട് വന്ന അരുന്ധതി അവർ നോക്കി സംശയത്തോടെ ചോദിച്ചു. എന്റെ അമ്മേ, ദേ ഈ ഏട്ടനും സരസ്വതി എന്നെ ഈ മുറി കയറാൻ സമ്മതിക്കണില്ല. എന്റെ കാല് വേദനിച്ചിട്ട് വയ്യ. മരുന്ന് ഈ മുറിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് എടുത്തു വരാമെന്ന് പറഞ്ഞു വന്നതാ സരസ്വതി. അവളെ കാണാനിട്ടാ ഞാൻ ഇങ്ങോട്ട് ദുർഗയുടെ കൈ പിടിച്ച് കയറി വന്ന്. എന്നിട്ടിപ്പോ ദേ രണ്ടുപേരും ഡോർ മുമ്പിൽ പമ്മി കളിക്കുക. സരസ്വതി, നിങ്ങൾ എന്തിനാ അവളെ തടയുന്നു? മാറിക്ക്. അത് അമ്മേ. എന്താ മക്കളെ, ഇങ്ങോട്ട് മാറി, ഞാനല്ലേ പറഞ്ഞ്. ഇരുവരെയും നോയി പറഞ്ഞുകൊണ്ട് അരുന്ധതി ഡോർ മുമ്പിലേക്ക് കയറിയിരുന്നു. അരുന്ധതി ഡോർ ഉറക്കാൻ ഒരുങ്ങിയതും ആരും കാണാതെ മാലിന്യെന്ന് ഊറി ചിരിച്ചു. അരുന്ധതി ഡോറൊന്ന് മുന്നോട്ട് നോക്കിയതും ഒരു പുതപ്പിനുള്ളിൽ ചേർന്ന് കിടക്കുന്നവരെ കാണെ രണ്ടടി പുറകിലേക്ക് വെച്ച് നിലത്ത് ചിന്നി അങ്ങിങ്ങായി കിടക്കുന്ന ഇരുവരുടെയും ഡ്രസ്സുകൾ കാണെ അറപ്പോടെ മുഖം തിരിച്ചു. എന്താ ഇത്രത്തോളം നോക്കാൻ, ഞാനും കൂടി കാണട്ടെ പറഞ്ഞുകൊണ്ട് അരുന്ധതിയുടെ മുന്നിലേക്ക് കയറിയുന്നു. മുന്നിലെ കാഴ്ചയിൽ മാലിനിയുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു. അരുണിന്റെ നെഞ്ചിലായി നഗ്നമായി കിടക്കുന്ന സൗഗന്ധിയെ കാണെ ഒരു പതറലോടെ ഡോറിലേക്ക് ചാഞ്ഞു മാലിനി. ഒരു നിമിഷത്തെ പകപ്പ് മാറിയതും മാലിനി ഉറക്കെ അലറി വിളിച്ചു. മാലിനിയുടെ അലർച്ചയിൽ കൈലാസത്തിൽ എല്ലാവരും അങ്ങോട്ട് വന്നു തുടങ്ങി. കൂട്ടത്തിൽ ഇന്നലെ ഫംഗ്ഷന് വന്ന അതിഥികളും. മാലിനി ദേഷ്യത്തോടെ സൗഗന്ധിയുടെ അടുത്തേക്ക് ചെന്നു. എണീക്കടി സൗഗന്ധി! 3 പ്രാവശ്യം ഉറക്കെയുള്ള മാലിനിയുടെ വിളി കേട്ടാണ് അരുണും സൗഗന്ധി ഉറക്കച്ചരോടെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങിയത്. മുന്നിൽ നിൽക്കുന്ന തന്റെ അമ്മയെ കണ്ടതും ഒരു പുൻസിരിയോടെ മാലിനിയുടെ മുഖത്തേക്ക് നോക്കി. ഗുഡ് മോർണിംഗ് അമ്മ പറഞ്ഞു തീരും മുമ്പേ മാലിനിയുടെ കൈകൾ സൗഗന്ധിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. എടി, എല്ലാം തൊലച്ചിലൂടി നീ! എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ സൗഗന്ധി കവിളിൽ കൈവച്ചു പോയി. ശേഷം മാലിനിയെ ദേഷ്യത്തോടെ നോക്കി. നിങ്ങൾക്ക് ഭ്രാന്തായ തള്ളേ എന്നെ അടിക്കാൻ? ഭ്രാന്തി എനിക്കോ അതോ നിനക്കോ? കണ്ണു തുറന്ന് നോക്കടി! മാലിനി അവൾക്ക് നേരെ അലറിയതും സംശയത്തോടെ ചുറ്റുമൊന്ന് നോക്കി. പെട്ടെന്ന് എന്തോർത്തവും താനൊരു പുതപ്പിനുള്ളിൽ പൂർണ്ണ നഗ്നയാണെന്ന് കണ്ടതും വല്ലാത്തൊരു പകപ്പോടെ പുതപ്പോലീസ് ഒന്നുകൂടെ ചുറ്റി വലിഞ്ഞു. ഒപ്പം മിഴികൾ അടുത്ത് കിടക്കുന്ന അരുണിലേക്ക് ചെന്നു മിഴികൾ ചിമ്മി തുറക്കുന്നവനെ കാണേ ഒരു ഭ്രാന്തിയെ പോലെ അലറിയവൾ. അവളുടെ അലർച്ചയിൽ ഞെട്ടിക്കുടഞ്ഞെണീറ്റ് അരുണ് ചുറ്റും നോക്കി. ഡോറിനപ്പുറം നിൽക്കുന്ന ഋതികയും ജൂഹിയെയും നിധിയെയും അശോകിനെയുമാണ് അവന്റെ മിഴികളിൽ ആദ്യം മുടക്കിയത്. തലയ്ക്ക് പൊട്ടിപ്പൊളിയുന്ന വേദന തോന്നുന്നുണ്ട്, അതിലേറെ മനസ്സിനും. അരുൺ തന്റെ ഇരുമിഴികൾ ഇറുക്കി അടച്ചു. താഴെ ആളിലായി എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവർക്കും തീർത്തും മൗനമാണ്. ഒരു ഭ്രാന്തിയെ പോലെ കലങ്ങിയ മിഴികളോടെ നിൽക്കുന്നുണ്ട് സൗഗന്ധിയും. അവളുടെ മിഴികൾ ദേഷ്യത്തോടെ നിധിയിലേക്ക് തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. മാലിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് റൂമിൽ നിന്നും ദേഷ്യത്തോടെ വന്നതാണ് നീരു.
വലിഞ്ഞു മുറിയ മുഖത്തോടെ ഓടിച്ചെന്ന് അരുണിന്റെ കോളറിൽ പിടിച്ചു. ഡാ നീ എന്റെ പെങ്ങളും പറഞ്ഞുകൊണ്ട് അരുണിനെ അടിക്കാൻ കൈ ഉയർത്തിയതും അതിന് തടസ്സമെന്നോണം അശോക് അവന്റെ കൈകളിൽ പിടുത്തമിട്ടു. തൊട്ടുപോരുതവനെ. ഡാ നീ ഇതിലിടവണ്ട. എന്റെ പെങ്ങളെ നശിപ്പിച്ചവനാവൻ. നിന്റെ ഭാര്യയുടെ ചാരൻ എന്ന സ്ഥാനം കൊണ്ട് അവൾ പറഞ്ഞു കാണും ഇവനെ രക്ഷിക്കാൻ. എന്നാ അത് വേണ്ട അശോക്. നീരവിന്റെ വാക്കുകൾ കേൾക്കെ ഒരു നിമിഷം അശോകിന്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി വിടർന്നു. എന്നാൽ ഞൊടിയുടെ ലാമുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. കൈകളാൽ ചുറ്റി അവനെ നിലത്തേക്ക് മലർത്തിയെറിഞ്ഞു അശോക്. പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചു വേണം പറയാൻ. ആരെ കുറിച്ചാണെന്ന് എന്താ പറയുന്നതെന്നും. ഓനെ അശോക് നിർത്തടാ. ഈ കുടുംബത്തിന്റെ മാനം നഷ്ടപ്പെടാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? അതേക്ക് നീ കൂടെ തുടങ്ങിയല്ലേ മോനെ. ഒരു കരച്ചിലോട് അരുന്ധതി പറയുമ്പോൾ അശോക് അവരുടെ മുഖത്തേക്ക് നോക്കി. അത് ഇവര് തന്നെ സ്വയം കുഴി തോണ്ടി വെക്കുമ്പോ ഓർക്കണം ഗ്രാൻഡ്മ. എന്താണ് നീ പറഞ്ഞ്? എന്റെ മോളുടെ ജീവിതം ഞങ്ങൾ നശിപ്പിച്ചാണെന്നോ? അങ്ങനെ ചോദിച്ചാ ആന്റിക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്നിട്ട് ആന്റി തന്നെ തീരുമാനിക്കുക അതിനെങ്ങനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അശോക് എല്ലാവർക്കും മുമ്പിലേക്ക് തന്റെ ലാപ്ടോപ്പ് നീട്ടിവെച്ചു. പാർട്ടി ഹാളിൽ വെച്ച് സൗഗന്ധി നിധി കുടിക്കാനുള്ള ജ്യൂസിൽ മരുന്നിലക്കി ശരണിയുടെ കയ്യിൽ കൊടുത്തു വിടുന്നു. അതുപോലെ നീരവ് മരുന്നേർത്ത ജ്യൂസ് അരുണിന് കൊടുക്കുന്നതും കൂടെ അതിൽ കണ്ടതും മാലിനിയുടെയും സൗഗന്ധിയുടെയും നീരവിന്റെയും ശരീരത്തിൽ വിയർപ്പൊടിഞ്ഞു. ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി നിന്നു 3 പേരും. ഓനെ എന്താ എന്താ ഇതൊക്കെ? എന്താണെന്ന് ഇനി വ്യക്തമായിതാ ഇവൻ പറയും. പറഞ്ഞു കൊടുക്കടാ. പറയുന്നതോടൊപ്പം നീരവിന്റെ നെഞ്ചിലേക്ക് അശോക് ആഞ്ഞു ചവിട്ടി. ഞാൻ പറയാം. വേദനകളൊന്നും പുളഞ്ഞു നീരവ്. അശോക് അവനെ പിടിച്ച് അരുന്ധതിക്ക് രാജവർമ്മയ്ക്ക് മുന്നിലേക്ക് നിർത്തി. എല്ലാവരും വല്ലാത്തൊരു പകപ്പോടെ അവനെ തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. പറയടാ നിന്റെ ഒക്കെ ഉദ്ദേശം എന്തായിരുന്നു? എല്ലാവർക്കും വ്യക്തമായി പറഞ്ഞു കൊടുക്കടാ. അശോകിന്റെ അലച്ചിൽ അവൻ പറഞ്ഞു. ഞങ്ങൾ കെട്ടിപ്പൊക്കി പ്ലാനാണല്ല. കൈകൂപ്പി അവൻ അപേക്ഷിക്കും പോലെ പറഞ്ഞു. വലിയൊരു ശബ്ദത്തോടെ നീരവ് പുറകിലേക്ക് തെറിച്ചു. മുന്നിലേക്ക് നോക്കിയതും കണ്ടു മുണ്ട് മടക്കി കുത്തുന്ന സത്യനെ. നീയൊക്കെ എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കും അല്ലടാ. അത്രമേൽ ദേഷ്യത്തോടെ നിൽക്കുന്ന സത്യനെ ആദ്യമായി കാണുന്ന ഭാവത്തോടെ നോക്കിപ്പോയി ദുർഗയും നിധിയും എല്ലാവരും. ഈ നിൽക്കുന്നവളെ ജനിപ്പിച്ച് ഞാനല്ലെന്നേ ഉള്ളൂ. വളർത്തുന്ന ഓരോ ദിവസവും എന്റെ ചോരയായി ഈ 2 മക്കളെ പോലെയാ ഞാൻ വളർത്തിയത്. അവളെ നിനക്കൊക്കെ തട്ടി കളിക്കാനുള്ള ഗതിയോടാ. താനെന്റെ മോനെ തല്ലുവല്ലേടോ? സത്യന്റെ മുന്നിലേക്ക് കയറി മാലിനി ചോദിച്ചു. പെണ്ണും പിള്ളേ എന്റെ കാലുമണിക്കൊന്നങ്ങ് തരും ഞാൻ. പെണ്ണുങ്ങളെ തല്ലിയെന്ന പേര് ഇന്നവരെ വീണിട്ടില്ല. എന്റെ ഒപ്പിന്ന് മാറിക്കോ. ഒന്നും നോക്കില്ല ഞാൻ. സത്യൻ പറഞ്ഞിരുത്തിപ്പോഴേയും ദുർഗയുടെ കൈ മാലിനിയുടെ ഇരുകവിലും മാറി മാറി വീണിരുന്നു. മാലിനി ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ പകപ്പോടെ നോക്കി ദുർഗയെ. ആരും തടയാൻ നിന്നില്ല. അർഹതപ്പെട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു തെറ്റുമില്ലാതെ. ഇനി 1 മിനിറ്റ് കൂടെ. അശോക് എല്ലാവർക്കിടയിലേക്ക് എറിയുന്നോണ്ട് പറഞ്ഞു. ഇപ്പോഴും ആന്റിക്കും ബാക്കിയുള്ളവർക്ക് ചെറിയ സംശയം കാണും. നിധിയുടെ സ്ഥാനത്ത് എങ്ങനെ ഇവള് വന്നെന്ന്. ക്യാമറ ഇല്ലാന്ന് ഇവരിതൊക്കെ ചെയ്യുന്നിടത്തും 1-2 സ്പൈ ക്യാമറ കൂടെ ഉണ്ടായിരുന്നു. പറയുന്നതോടൊപ്പം നടന്ന ഓരോന്നും പറഞ്ഞു തുടങ്ങി അശോക്. നിധിക്ക് വയ്യായിട്ട് ദുർഗ മുറിയിലേക്ക് കൊണ്ടുപോയെന്ന് സത്യം പറഞ്ഞു കേട്ട് ഓടിച്ചെന്നാണ് അശോക്. എന്നാൽ മുറിയിൽ അവളെ കാണാനായിട്ട് വേവലാതിയുടെ എല്ലായിടത്തും തിരഞ്ഞു. അടഞ്ഞു കിടക്കുന്ന മുറി തുറന്നപ്പോൾ അതിൽ കിടക്കുന്ന നിധിയെ കണ്ട് അവളുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് ബോധമില്ലാത്ത അരുണിനെ താങ്ങി വരുന്ന നീരവിനെ കണ്ടത്. എന്താണ് ചെയ്യാൻ പോകുന്ന നോക്കിക്കൊണ്ട് അശോക് അവിടെ നിന്ന് അല്പം മാറി നിന്നു. നീരവ് അരുണിനെ താങ്ങി പിടിച്ച് നിധിയെ അടുത്ത് കൊണ്ടുപോയി കിടത്തി. ശേഷം ഡോറടച്ച് അവൻ പുറത്തേക്ക് പോകുന്നുണ്ടതും നുരഞ്ഞേറിയ ദേഷ്യത്തോടെ അശോക് വേഗം ഡോറിരുന്ന ബെഡിൽ കിടക്കുന്ന അവൾ വാരിയെടുത്ത് തന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ഒരു കുറുകലോട് അശോകിനെ ഇറുകിയപ്പോഴൊന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവൾ പൂർണ്ണമായി ഉറങ്ങുന്നവരെ അശോക് അവളുടെ കൂടെ തന്നെ ഇരുന്നു. നിധി പൂർണ്ണമായി ഉറങ്ങിയെന്ന് ഉറപ്പായതും അരുണിന്റെ അവസ്ഥ നോക്കാൻ വേണ്ടി ഡോർ ലോക്ക് ചെയ്ത് ആ മുറിയിലേക്ക് തിരികെ നടന്നു. മുറിയുടെ അടുത്തേക്ക് എത്താറായതും ഒരു കുപ്പിയും വലിച്ചു കുടിച്ച് ആ മുറിയിലേക്ക് കയറുന്ന സൗഗന്ധിയെ കണ്ട് ഒരു നിമിഷം അവന്റെ കാലുകൾ നിശ്ചലമായി. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി CCTV ദൃശ്യങ്ങൾ നോക്കാൻ പ്രത്യേക ഒരുക്കിയ റൂമിലേക്ക് ഓടിച്ചെന്ന് അശോക്. ആരും കാണാത്ത സ്പൈ ക്യാമറ സീനുകൾ നോക്കിയതും അതിൽ നിധി കുടിക്കാനുള്ള ജ്യൂസിനെന്നോ മരുന്ന് ചേർക്കുന്ന കണ്ട് അവന്റെ ശരീരം ഒന്നാകെ വലിഞ്ഞു മുറുകി. അതുപോലെ അരുണിനെ കൊണ്ട് മരുന്ന് ചേർത്ത ജ്യൂസ് നീരവും കുടിപ്പിക്കുന്നുണ്ട്. മരുന്ന് ചേർത്ത ജ്യൂസ് ശരണ്യയുടെ കയ്യിൽ കൊടുക്കുന്ന കണ്ട അശോക് പെട്ടെന്ന് തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു. ശങ്കറിന് മൊത്ത് വാക്ക് തർക്കം കൂടുന്ന ശരണ്യെ കണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളിൽ നിന്ന് ആ ജ്യൂസ് അവൾ നിധിക്ക് കൊടുത്തില്ല, വേറെയാണ് കൊടുത്തെന്ന് കേട്ടതും അശോകിന് എന്തെന്നില്ലാത്ത ആശ്വാസം നിറഞ്ഞു. എന്നാൽ ശരണ്യ നിധി കൊടുക്കാതെ മാറ്റിവെച്ച ആ ജ്യൂസ് അറിയാതെ എടുത്തു കുടിച്ച സൗഗന്ധി തന്നെയാണെന്ന് ശരണ്യ പറയുന്നത് കേട്ടത് ശരണ്യയോട് ഒരു താങ്ക്സ് പറഞ്ഞു. ആ മരുന്ന് ബോട്ടിൽ വലിച്ചെറിഞ്ഞ വേസ്റ്റ് പിന്നടുത്തേക്ക് ചെന്നു. അത് തുറന്ന് അതിൽ നിന്ന് ആ ബോട്ടിൽ എടുത്ത് നോക്കി. ഒന്ന് നെറ്റി വിളിച്ച് ആ ബോട്ടിൽ കാണുന്ന നെയിം ഗൂഗിൾ ചെയ്ത് നോക്കിയതും അവന്റെ മുഖം രക്തവർണ്ണമാവാൻ അധിക സമയം വേണ്ടി വന്നില്ല. ആദ്യം ഓടിച്ചത് നിധിയുടെ അടുത്തേക്കാണ്. ഒരു നിമിഷം താനിപ്പോൾ അവൾക്ക് അടുത്തെത്തിയില്ലായിരുന്നെങ്കിൽ നടക്കാൻ പോകുന്നോർത്ത് ബെഡിൽ ഉറങ്ങുന്നവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അശോക്. ദേഷ്യം കടിച്ചമർത്തുമ്പോഴും അവന്റെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് അരുണിനെ ഓർമ്മ വന്നു.
അവനെ രക്ഷിക്കണമെന്ന് കരുതി മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും അരുൺ കിടക്കുന്ന മുറിയുടെ അടുത്തെത്തിയതും കണ്ടു. കാവൽ പോലെ നിൽക്കുന്ന മാലിനിയെ. കൂടാതെ തന്റെ മുറിയിൽ കിടന്നുറങ്ങുന്നവൾ ഗ്രാൻമയുടെ മുറിയിൽ കിടക്കുന്നുവെന്ന് അവരുടെ കള്ളം കൂടെ കേട്ടപ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. എല്ലാത്തിന്റെയും സൂത്രധാരി ഇവരാണെന്ന്. അശോകെല്ലാം പറഞ്ഞു നിർത്തുമ്പോൾ മാലിനിക്ക് തന്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. താൻ ചാരിക്കിടക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയപ്പോൾ അതിനകത്ത് തന്റെ മകളായിരുന്നു. ഒരു നിമിഷം സൗഗന്ധിയും ചിന്തയിലാണ്ടു. ഏട്ടൻ തന്ന മദ്യം സന്തോഷത്തോടെ കുടിച്ചുകൊണ്ട് അവളുടെ തകരുന്ന അവസ്ഥയ്ക്ക് മുമ്പ് അവളെ കൊണ്ട് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാൻ വേണ്ടിയാണ് കുടിച്ചുകൊണ്ട് തന്നെ ആ മുറിയിലേക്ക് ചെന്നു. എന്നാൽ അവിടെ എത്തി വെറും സെക്കൻഡുകൾ കൊണ്ടാണ് ആ മരുന്നിന്റെയും മദ്യം കൂടെ ചെന്നപ്പോൾ അവിടേക്ക് ചെന്ന കാര്യം പോലും മറന്ന് ബെഡിൽ കിടക്കുന്നവന്റെ ദേഹത്തേക്ക് ചാഞ്ഞത്. സൗഗന്ധി തന്റെ ഇരുകണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കൊണ്ട് അവൾ അശോകിന്റെ ഷർട്ടിൽ പിടിമുറുക്കി. അപ്പോഴേക്കും സൗഗന്ധിയുടെ ഇരുകവളിലും നിധിയുടെ കൈ മാറി മാറി പതിഞ്ഞിരുന്നു. നീ ഇത്രയും വൃത്തിയായിട്ടൊരു പെണ്ണാണോടി? നിധിയും അശോകും തലതാഴ്ത്തി നിൽക്കുന്ന അരുണിന്റെ അടുത്തേക്ക് ചെന്നു. അരുൺ, ഐ ആം റിയലി സോറി. ഇവളെ രക്ഷിക്കുന്നിടെ എന്റെ കണ്ണിൽ ഇവള് മാത്രമായിരുന്നു. നിന്റെ അടുത്തേക്ക് എത്താൻ ഞാൻ അല്പം വൈകിപ്പോയി. ഉള്ളിലൊരു കനൽ ആളിക്കത്തുന്നുണ്ടെങ്കിലും അരുൺ ഇരുവരെയും നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സാറില്ല അശോക്, ഇവൾക്കൊന്നും പറ്റിയില്ലല്ലോ. ആ സ്ഥാനത്ത് ഇവളായിരുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ ജീവനോട് ഉണ്ടാവുമായിരുന്നില്ല. കൂട്ടുകൂടി തൊട്ട് ഇവരൊക്കെ എൻ്റെ വെറും കൂട്ടുകാരായിട്ടല്ല, കൂടപ്പറപ്പിനെ പോലെ ഞങ്ങള്. എനിക്ക് എന്തോന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇവളുടെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. കലങ്ങിയ മിഴികളോടെ ദേഷ്യം കടിച്ചമർത്തി അരുൺ സൗഗന്ധിയെ നോക്കി. ശേഷം തലതാഴ്ത്തി പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങിയതും ഓനെ പുറകിൽ അരുന്ധതിയുടെ ശബ്ദം കേൾക്കെ അരുൺ തന്നെ മിഴികൾ തുടച്ച് നീക്കിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അവൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്ന അരുന്ധതിയെ എല്ലാവരും സംശയത്തോടെ ഉറ്റുനോക്കി. മോന്റെ മനസ്സിപ്പോൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് ഈ മുത്തശ്ശിക്ക് അറിയാം. ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ ഇവരുടെ അഹങ്കാരം കാരണം മോൻ അതിൽ പെട്ടുപോയി. പക്ഷേ ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും മുമ്പിൽ തലയുയർത്തിരിക്കുന്ന ഈ കുടുംബം ഇന്ന് അപമാനത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിക്കാൻ മോന് മാത്രമേ സാധിക്കൂ. അരുന്ധതി പറയുന്നവൾക്ക് എല്ലാവരും ഒന്നും മനസ്സിലാവാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അരുണും ഒന്നും മനസ്സിലാവാതെ അവരുടെ മുഖത്തേക്ക് തന്നെ മിഴികൾ പായിച്ചു. ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ ഞാൻ മോന്റെ കാല് പിടിക്കാൻ. മോൻ ഇവളെ വിവാഹം കഴിക്കണം. അരുന്ധതിയുടെ വാക്കിൽ എല്ലാവരും വല്ലാത്തൊരു പകപ്പോടെ നോക്കിപ്പോയി. അരുണൊന്നും മിണ്ടിയില്ല. അവന്റെ മുഖത്ത് തീർത്തും മൗനമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്റെ കാലുകൾ വീണ് പിടിമുറുക്കുന്ന മുത്തശ്ശിയെ കാണി അരുൺ വേഗം അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ മുത്തശ്ശി കാണിക്കുന്നേ? കരഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിൽ ഇരുകൈകളും കൂപ്പി അരുന്ധതി. ഈ കാലത്ര ഈ കുടുംബത്തിനൊരു പേര് ദോഷം വന്നിട്ടില്ല മോന്. എന്നാ ഇനി ആളുകൾ പറഞ്ഞു പരിഹസിക്കുന്ന കാണാൻ എനിക്ക് കഴിയില്ല. മുത്തശ്ശി, ഇല്ല, ഇത് നടക്കില്ല. ഒരു ഗതിയും പരഗതിയില്ലാത്തവർ കൂടെ എന്നെ പറഞ്ഞു വിട്ടിട്ടേ ഇവിടുത്തെ രാജ്ഞിയാക്കാൻ ആരും കരുതണ്ട. നിധിയെ നോക്കി ദേഷ്യത്തോടെ സൗഗന്ധി പറഞ്ഞു നിർത്തിയതും അരുന്ധതിയുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അരുൺ അപ്പോഴും അവിടെ ദേഷ്യവും വാശിയും നിധിയോടുള്ള ദേഷ്യവും നോക്കിക്കാണുകയായിരുന്നു. അമ്മേ, കാര്യം ശരിയാ. ഇവൾക്കൊരു തെറ്റുപറ്റിയെന്ന് കരുതി എന്റെ മോളെ ഒരു ഗതിയില്ലാത്തവന്റെ കൂടെ പറഞ്ഞു വിടണോ? വേണ്ട, നീ വീടണ്ട മാലിനി. പക്ഷെ ഈ നിമിഷം നീയും നിന്റെ മക്കളും ഭർത്താവും ഈ വീടിന്റെ പടിയിറങ്ങണം. പിന്നീട് ഒരിക്കലും ഈ വീട്ടിൽ നിങ്ങൾക്ക് സ്ഥാനമില്ലെന്ന ബോധ്യത്തോടെ. എന്ന് വെച്ചാ നിങ്ങൾക്ക് നൽകിയ കൈലാസത്തിലെ സമ്പാദ്യം പോലും ഉപേക്ഷിച്ച് വേണം പോവാനെന്ന്. അരുന്ധതിയുടെ വാക്കുകൾ മാലിനിക്ക് തന്റെ തലയിൽ ഒരു ഇടുത്തി വന്ന് വീഴും പോലെ തോന്നി. ഇനി ഒരക്ഷരം മറുത്തൊന്നും പറയാൻ കഴിയാതെ മാലിനി തലതാഴ്ത്തി നിന്നു. മോനെ, നിനക്ക് ഞാൻ പറഞ്ഞത് സമ്മതാണോ മോനെ? അരുൺ എല്ലാവരെയും നോക്കി. എനിക്ക് സമ്മതമാ. അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല. അങ്ങനെയെങ്കിലും ഇനി ഞങ്ങളുടെ നിധിക്ക് ഒരു സമാധാനം കിട്ടുമല്ലോ. പിന്നെ എത്രയൊക്കെ അറിയാതെ പറ്റിയതാണെങ്കിലും ഇവളെ നശിപ്പിച്ചത് ഞാനുള്ള മുത്തശ്ശി അവന് മുമ്പിൽ കൈകൂപ്പി കരഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഭാര്യ വീട്ടിൽ സുഖം പിടിച്ചിരിക്കുന്ന ആണുങ്ങളെ പോലെ ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് പറ്റില്ല. ഇവളെയും കൂടെ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിലായിരിക്കും, എൻ്റെ അമ്മയുടെയും പെങ്ങളുടെ കൂടെ. അതിനോട് സമ്മതമാണെങ്കിൽ ഈ നിൽക്കുന്നവളുടെ കഴുത്തിൽ ഞാൻ താലിയാർത്താം. ഉറപ്പോടെയുള്ള അരുണിന്റെ വാക്കുകൾ കേൾക്കെ നിധിയും ജൂഹിയും ഋതികയും ഒരു നോവോടെ നോക്കി അവന്റെ മനസ്സിപ്പോൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് അവർക്ക് 3 പേർക്ക് ഒരുപോലെ അറിയാം. മോന്റെ അഭിപ്രായത്തിനോട് ആർക്കും എതിർപ്പില്ല. മോൻ ഇവളെ കൊണ്ടുപോകാൻ ആരും തടയില്ല. മോന്റെ അമ്മയെ വിളിച്ച് ഞാൻ സംസാരിക്കാം. മോനെ രാജാ. അമ്മേ, പൂജാരിയെ വിളിക്കേ. ഒരിക്കൽ സ്റ്റേജ് പൊളിച്ചു മാറ്റും മുമ്പ് അവിടെ ഒരു മണ്ഡപം ഒരുക്കണം. ഇന്ന് നല്ല മുഹൂർത്തം ഉണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിലും വിളിച്ച് സംസാരിക്കണം. ഞാൻ ആദ്യം പൂജാരി വിളിക്കട്ടെ അമ്മേ. രാജവർമ്മ വേഗം തന്നെ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എല്ലാം കേട്ട് ദേഷ്യത്തോടെ സൗഗന്ധി തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. അമ്മേ, പൂജാരി പറഞ്ഞേ ഇന്ന് 11നും 11:30 നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാ. ഒന്ന് മൂളിക്കൊണ്ട് അരുന്ധതി ഹാളിലെ ക്ലോക്കിലേക്ക് നോക്കി. 8 മണിയായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരുക്കങ്ങൾ നടത്തുക. മാലിനി, സമയമാകുമ്പോഴേക്കും നിന്റെ മക്കളെ പോയി ഒരുക്കി നിർത്തിയേക്ക്. മാലിനി എതിർത്തൊന്നും പറയാൻ കഴിയാതെ മുന്നോട്ട് നടന്നു. ഓരോരുത്തരെ അവരവരുടെ ഒരുക്കങ്ങളിലേക്ക് തിരിഞ്ഞു. നിധി ഋതികയും ജൂഹിയും അരുണിന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ സ്വഭാവം നിന്നെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, ചിലപ്പോൾ ഇതെന്റെ വിധിയാവാം. നിറഞ്ഞു വരുന്ന മിഴികളെ തുടച്ചവൻ പുറത്തേക്ക് ഇറങ്ങി. ബാൽക്കണിയിൽ തൂങ്ങിൽ ചാരി പുറത്തേക്ക് നോക്കി നിന്നു നിധി.
ഒരു കൈ പൊങ്ങി നിൽക്കുന്ന തന്റെ വയറിൽ പതിയെ തലോടുന്നുണ്ട്. പുറകിൽ തന്നിലേക്ക് ചേർന്ന് വയറിലൂടെ പൊതിഞ്ഞു പിടിക്കുന്നവന്റെ സ്പർശനം അറിഞ്ഞതും തിരിഞ്ഞു നോക്കാതെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് വിതുമ്പി. ഏയ് വാട്ട് ഹാപ്പൻഡ്? അശോക്, ഐ ഡോണ്ട് ലൈക്ക് യുവർ ടീയേഴ്സ്. ഓക്കെ അശോക്, ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ. നീ ആവില്ല നിധി, കാരണം നീയൊന്നും ഈ അശോകിൻ്റെത് മാത്രമാണ്, ഈ അശോക് ഗുപ്തയുടെ മാത്രം. പറയുമ്പോൾ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ച അശോക്. ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടന്നു. രാജവർമ്മയെ അരുന്ധതി അരുണിന്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചു. അത്യാവശ്യം അവിടുന്ന് ഏറ്റെടുത്ത കുടുംബക്കാരെ അവിടുന്ന് വാഹനയച്ച് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഏർപ്പാടെല്ലാം നടത്തി. കൊടുക്കാനുള്ള ഡ്രസ്സും ആഭരണങ്ങളും കൊണ്ട് മാലിന്യ സൗഗന്ധിയുടെ മുറിയിലേക്ക് നടന്നു. അകത്തേക്ക് കയറിയതും കണ്ടു. എല്ലാം വലിച്ചു വാരി എറിഞ്ഞ് നിലത്തൊരു ഭ്രാന്തിയെ പോലെ ഇരിക്കുന്നവളെ. മാലിന്യ ഡോറടിച്ച് പതിയെ നടന്ന് അവൾക്കടുത്തേക്ക് ചെന്നു. മോളെ. അവളുടെ ഷോളിൽ പിടിച്ച് വിളിച്ച് കരഞ്ഞിറങ്ങിയ മിഴികളോടെ മാലിയുടെ മുഖത്തേക്ക് നോക്കി സൗഗന്ധി. എന്താ കൊണ്ടുപോക്കോണല്ലോ, ആ ദരിദ്രവാസി കല്യാണം കഴിക്കുന്നില്ല, ഞാൻ ചാവുന്ന നല്ല. എന്നാ പിന്നെ വൈകിക്കണ്ട, പെട്ടെന്ന് കൂടി ചെയ്യ്. അമ്മേ മിണ്ടി പോരുത്, നീ കുടിച്ച് ലക്കില്ലാതെ ആര് പറയണി നിന്നോട് ആ മുറിയിലേക്ക് പോവാൻ? ഞാൻ പറഞ്ഞോ? എല്ലാം നശിപ്പിച്ച നീ ഒറ്റ ഒരുത്തിയാ. ഇനി നീ കാരണം ഞങ്ങൾ ഈ വീടിന്റെ പടിയിറങ്ങണോടി ഒരു ഗതിയുമില്ലാതെ. ഇല്ല, എന്ത് പറയാൻ എനിക്ക് പറ്റില്ല. നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നേരം പുരിലുള്ള അവന്റെ ചൂടിട്ട് ഉറങ്ങുമ്പോൾ എനിക്കത് തോന്നിയോ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കൈവിട്ടു പോയി. തൽക്കാലം എൻ്റെ മോളിപ്പോൾ അവൻ്റെ താരി അണിഞ്ഞേക്ക്. അമ്മേ, അമ്മ തന്നെയാണ് എന്നോട് ഇത് പറയുന്നേ. എല്ലാം ഇത്രയ്ക്ക് എത്തിച്ച നീയല്ലേ, ഇനിയിപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല. സൗഗന്ധ്യ മാലിന്യെ നോക്കി വിരമ്പിക്കൊണ്ട് മുഖം താഴ്ത്തി. നീ ഇങ്ങനെ കരയാതെ. ദേ ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ വട്ട പൂജ. അതുകൊണ്ട് ഇപ്പം മോൾ അമ്മ പറയുന്നത് കേൾക്ക്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നീ അവൻ്റെ ഭാര്യയായി നല്ലവളാവേണ്ട കാര്യമൊന്നുമില്ല. നീയായിട്ട് അവനോട് അവൻ്റെ തള്ളയോടും പെരുമാറിയാൽ അവൻ തന്നെ നിന്നതേ ഇവിടെ കൊണ്ട് വിടും, വേണ്ടാന്നും പറഞ്ഞ്. അതിനുള്ള അവസരക്ക് ഈ അമ്മ തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ മോൾ അമ്മ പറയുന്ന കേൾക്ക്, വാ. സൗഗന്ധ്യ അവർ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ മിഴികൾ അമർത്തി തുടച്ചു. തനിക്ക് വേണ്ടി കൊണ്ടുവന്ന പുടവയിലേക്കോ ആഭരണങ്ങളിലേക്കോ നോക്കി. ദേഷ്യവും വാശിയും എല്ലാം കൊണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.